ഖബറിന്റെ ചുറ്റുമുള്ള വീട് മോടി പിടിപ്പിക്കലും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കൊക്കെ കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ വെള്ളം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുപ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പരിപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് മുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായ പച്ചക്കുബ്ബ ഇന്നലെ സ്ഥാപിച്ചതാണോ? ഇന്ന് സ്ഥാപിച്ചതാണോ? നൂറ്റാണ്ടുകളുടെ പഴക്കമില്ലേ സുഹൃത്തുക്കളെ? ആ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മനോഹരമായ ആ പച്ചക്കുബ്ബ ലോകത്തുള്ള മുസ്ലിമീങ്ങളെല്ലാവരും അത് നോക്കി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ കുബ്ബയിലേക്ക് മതിവരുവോളം നോക്കി നിൽക്കണമെന്ന് കൊതിക്കാത്ത മുസ്ലിമില്ല. ആ കുബ്ബയിലേക്ക് നോക്കി റസൂലുള്ളാഹിനോട് ഒരു സലാം പറയണമെന്ന് ആഗ്രഹിക്കാത്ത മുസ്ലിമില്ല. ഈ കുബ്ബ നിർമ്മിച്ചിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടു സുഹൃത്തുക്കളെ. ആ കുബ്ബയുടെ ഓരത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പണ്ഡിതന്മാര് പോയിട്ടുണ്ട്, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ലേ? കേരളത്തിൽ നിന്ന് കെ എം മൗലവി പോയിട്ടില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകന്മാർ അവിടെ പോയിട്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകന്മാര് പോയിട്ടില്ലേ? കേരളത്തിൽ 1400 കൊല്ലത്തോളം ജീവിച്ച മുസ്ലിം പണ്ഡിതന്മാർ പോയിട്ടില്ലേ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ പോയിട്ടില്ലേ? പോയിക്കൊണ്ടിരിക്കുന്നില്ലേ? ഏതെങ്കിലും ഒരു പണ്ഡിതൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ഖബറിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായ പച്ചക്കുബ്ബ ഇത് ബിദ്അത്താണ്, അനാചാരമാണ്, അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് തട്ടിനിരപ്പാക്കണം, പൊളിച്ചു കളയണമെന്ന് ഈ സക്കരിയ സലാഹി എന്ന വൃത്തികെട്ട മനുഷ്യൻ ലോകത്ത് കേരളത്തിൽ വരുന്നതിന് മുമ്പ് സഹോദരങ്ങളെ ഇദ്ദേഹത്തിന്റെ തന്നെ പ്രസ്ഥാനമോ ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരോ ലോകത്തൊട്ടുക്കുമുള്ള മുസ്ലിമീങ്ങളിൽ വളരെ പണ്ഡിതന്മാരുണ്ടായിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതനോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട കുബ്ബ തകർത്ത് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ലെങ്കിൽ ആ മനോഹരമായ പച്ചക്കുബ്ബ തകർക്കണമെന്നും അത് പൊളിച്ചു മാറ്റണമെന്നും സൗദി ഗവൺമെന്റിന് അതിന് ധൈര്യമില്ലെന്നും ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ കുബ്ബ തകർക്കുക എന്ന പ്രവർത്തനമായിരിക്കും ഞങ്ങൾ നിർവഹിക്കുക എന്നും മലയാളക്കരയിൽ വെച്ച് പ്രസംഗിക്കുന്ന ഈ മൗലവിയുടെ പ്രസ്ഥാനത്തിൽ ചേർന്നുകൊണ്ട് സ്വർഗത്തിലെത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? കൊള്ളയടിച്ചോരി വഹാബി കിങ്കരന്മാരെ കൊടുവാളിന്നാവുള്ളോരെ കർസേവ പണിയുള്ളോരെ കൽവായുടെ സ്വത്തുകൾ പോലും കൊള്ളയടിച്ചോരി വഹാബി കിങ്കരന്മാരെ. ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അല്ലാഹു മാലിക്കുകളാക്കും. കുറച്ച് കിതാബോധി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ? ഇങ്ങനെയുള്ള ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്. ഭയങ്കര കിതാബാ മൂപ്പര് കണ്ടത്. ഇബ്ലീസ് എന്നെ ഉണ്ടാക്കിയതായിരിക്കും, മൂപ്പർ ഇബ്ലീസിന്റെ എന്നെ ഓതിയതുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പച്ചക്കുബ്ബയുള്ള ജാറമടക്കം സർവ്വജാറങ്ങളും ഇടിച്ച് നിരത്തിയ നിലയിൽ രക്ഷയുള്ളൂ എന്നാ മൂപ്പര് പറയുന്നു. ശ്വാസം മുട്ടിക്കൊണ്ട് പറയാ. ഇവരും ഇസ്ലാമും തമ്മിൽ എന്താണ് ബന്ധം മുസ്ലിമീങ്ങളെ? പിന്നെ മൂപ്പരെന്താ പറഞ്ഞത്? മലക്കുകൾ ഇറക്കും പോലും. നാട് കാണി എത്ര മലക്കുകൾ ഇറങ്ങിയത്? ഖബർ പൊളിക്കുമ്പോ എത്ര മലക്കുകൾ ഇറങ്ങിയത്? മലക്കുകളല്ല ഇറങ്ങിയത്, പോലീസാ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്ന യഹൂദികളെ കടത്തി വെട്ടിയ വർഗമാണ് ഈ മൗലവിമാർ. അല്ലാഹ് പറഞ്ഞില്ലേ, ഫമൻ അളിലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ ലിയുളില്ല الناس ബിഗൈരി ഇൽമ. ഒരു വിവരവുമില്ലാതെ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി പടച്ചവന്റെ മേൽ അള്ളാന്റെ മേൽ കള്ളം കെട്ടി പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ് നബിയേ?
ചോദിക്കട്ടെ മൗലവിമാരെ, അള്ള മലക്കുകളെ ഇറക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ജാറം തകർത്താൽ, സർവ്വജാറവും തകർത്താൽ സഹായിക്കാൻ അള്ള മലക്കുകളെ ഇറക്കുമെന്ന് ഉമർ മൗലവി പറഞ്ഞില്ലേ? ചോദിക്കട്ടെ, ഉമർ മൗലവിക്ക് വഹിയിറങ്ങുന്നുണ്ടോ? അള്ള മലക്കിനെ ഇറക്കുമെന്ന് അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞില്ലേ മൗലവി? ശ്വാസം മുട്ടിക്കൊണ്ട് അള്ളാന്റെ പേരിൽ കള്ളം പറഞ്ഞില്ലേ? അള്ള അങ്ങനെ മലക്കുകളെ ഇറക്കുമെന്ന് ഖുർആനിലായത്തുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ ഹദീസ് ഉണ്ടോ? വല്ല മഹാന്മാരും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ മലക്കുകളെ ഇറക്കുമെന്ന് ഫത്വ കൊടുക്കാൻ, അള്ള മലക്കുകളെ ഇറക്കുമെന്ന് പറയാൻ ഓ ഉമർ മൗലവി, അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ ഈ ഉമർ മൗലവിയേക്കാൾ വലിയ അക്രമി ദുനിയാവിലാരാണ്? അള്ള ചോദിക്കുന്നത് കണ്ടോ? ഫമൻ അളിലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ ലിയുദില്ല الناس بغير علم. മറ്റൊരായത്തിൽ അള്ള പറയുന്നത് കണ്ടോ? ഉൻദുർ കൈഫ യഫ്തറൂന അലല്ലാഹിൽ കദിബ വകഫാ ബിഹി ഇസ്മൻ മുബീനാ. അല്ലാഹുവിന്റെ മേൽ ശുദ്ധ നുണ പറയുന്നത് കണ്ടില്ലേ നബിയേ? യഹൂദികളെ കടത്തിവെട്ടി